ഏകലവ്യന് ദ്രോണാചാര്യരുടെ അക്കാദമിയിൽ സെലക്ഷൻ കിട്ടിയില്ല. പക്ഷേ ഏകലവ്യൻ സ്വന്തമായിട്ടൊരു അക്കാദമി തുടങ്ങി. ദ്രോണാചാര്യർ പോലും അറിയാതെ അദ്ദേഹത്തെ ഗുരുവായി പ്രതിഷ്ഠിച്ചു. എന്നിട്ട് സ്വയം പരിശീലനം നടത്തി അമ്പെയ്ത്തിൽ 1ാം സ്ഥാനം നേടി. ആ സമയത്ത് അക്കാദമിയിൽ 1ാം സ്ഥാനക്കാരനായ അർജുനൻ ഏകലവ്യൻ അമ്പെയ്ത്ത് കാണുന്നുണ്ട്. അർജുനന് മനസ്സിലായി ഞാൻ 2ാം സ്ഥാനക്കാരനാവും. ജലസി വർക്കൗട്ടാവുന്നു. എന്നിട്ട് ഗുരുവിനെ കൊണ്ട് തന്നെ ഏകലവ്യൻ്റെ പെരുവിരൽ എടുപ്പിച്ചു. അങ്ങനെ ഏകലവ്യൻ അമ്പെയ്ത്തിൽ 2ാം സ്ഥാനക്കാരനായി. ഇതൊരു അർജുനൻ കോംപ്ലക്സാണ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മളൊരു ജോണിൻ്റെ കോംപ്ലക്സ് കാണുന്നുണ്ട്. ഈശോയുടെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കിയിരുന്ന ഒരു മനുഷ്യനെ ജോൺ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഈശോയോട് പറയുന്നത് ഞങ്ങളവനെ തടയാൻ ശ്രമിച്ചു, കാരണം അവൻ നമ്മുടെ കൂടെയില്ല, നമ്മുടെ ഗ്രൂപ്പിലില്ലാത്ത ആളാണ്. പക്ഷേ ഈശോ പറഞ്ഞു അവനെ തടയണ്ട. ഈശോ ഒരു വട്ടം വരച്ചത് ആളുകളെയൊക്കെ പുറത്താക്കാനല്ല, എല്ലാവരെയും അകത്തേക്ക് കൊണ്ടുവരാനാണ്. അതാണ് ഈശോയുടെ മിഷൻ എന്ന് പറയാം. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ മതം, നമ്മുടെ സമുദായം, നമ്മുടെ പള്ളി, നമ്മുടെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ സ്ട്രെസ് ചെയ്യുമ്പോൾ ശരിക്കും ഈ അർജുനൻ ജോൺ കോംപ്ലക്സാണ് വർക്കൗട്ട് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ നന്മ നമ്മൾ അസ്വസ്ഥരാക്കുന്നുണ്ടോ? സൂക്ഷിക്കണം.